ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ലൈഫ് ഓഫ് ഐഷുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം UK ഹൈജീൻ സിസ്റ്റത്തിനെ കുറിച്ച് എൻ്റെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ പിന്നെ ഒരു കമൻറ്റ് വന്നു, ചേച്ചി ഡാർക്ക്നെസ്, ബാഡ് ഓർഡർ ആൻഡ് ഇറിറ്റേഷൻ ഓഫ് പ്രൈവറ്റ് പാർട്സിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാവുന്ന, പിന്നെ അതല്ലാതെ UTI ആൻഡ് ഇൻഫ്ലമേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ പിന്നെ ഒരു കമൻറ്റ് വന്നു. എനിക്ക് ആദ്യം ഇതിൻ്റെ അത് പറയാനുള്ളത്, ഞാൻ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഇങ്ങനെയുള്ള ഹൈജീൻ കാര്യങ്ങളെക്കുറിച്ച് അത്രയും ആധികാരികമായിട്ട് സംസാരിക്കാൻ ഞാൻ അത് റിലേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരാളല്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളും പൊതുവായിട്ട് ജനറലായിട്ട് നമ്മൾ വായിച്ചറിഞ്ഞ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാൻ റെഡിയാണ്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരിക്കലും വേറെ ചില യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് വളരെ പ്രൊഫഷണലായിട്ട് പറയുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ, നിങ്ങൾക്ക് അതുകൂടെ റെഫർ ചെയ്യാം. അപ്പം ഈ ഡാർക്ക്നെസ്, ബാഡ് ഓർഡർ ആൻഡ് ഇറിറ്റേഷൻ ഓഫ് പ്രൈവറ്റ് പാർട്സ് എന്നെ കുറിച്ചിട്ടൊരു വീഡിയോ ചോദിച്ചു. അപ്പം ഇതിൻ്റെ ജനറലായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ആണായാലും പെണ്ണായാലും, നമുക്ക് പെൺപിള്ളേരുടെ കാര്യം പറയാം ഇപ്പോൾ. ഓക്കെ, നമ്മുടെ ഫേസിൻ്റെയും ബോഡിയുടെയും ഒരു കളറായിരിക്കില്ല നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയാസിന് മെയിൻലി വരില്ല. നമ്മുടെ ജനേറ്റൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫേസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോഡി കളറിനേക്കാളും 2 times ഡാർക്കർ ആയിരിക്കും. അത് ജനറലി ഉള്ളൊരു കാര്യമാണ്. അപ്പം അതിനെ നമ്മൾ ഭയങ്കര ഒരു കുറച്ചിലായിട്ട് കാണേണ്ട കാര്യം ഇല്ല ആക്ച്വലി. ബിക്കോസ് അത് എല്ലാവർക്കും അങ്ങനെയാണ്, എല്ലാ ആൾക്കാർക്കും അത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഭയങ്കര എക്സ്ട്രീംലി ഫെയർ ആയിട്ടിരിക്കുന്ന ഒരാളുടെ പ്രൈവറ്റ് ഏരിയാസ്, ഇൻറ്റിമേറ്റ് ഏരിയാസ് ഭയങ്കര ഫെയർ ആയിരിക്കുമെന്ന് നമുക്ക് അങ്ങനെ വാദിക്കാൻ കഴിയില്ല. ബിക്കോസ് അത് അങ്ങനെയാണ്. അപ്പം ആ റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പാർട്ട്. പിന്നെ അതല്ലാതെ ഉള്ളത് ഇച്ചിങ്, ഇറിറ്റേഷൻ, ബാഡ് ഓർഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. കാരണം പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ഈ ബാഡ് ഓർഡർ വരുന്നത്, ഇച്ച് ചെയ്യുന്നതും ചൊറിച്ചിലുണ്ടാകുക എന്നുള്ളത്. 2 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, പീരീഡ്സിൻ്റെ ടൈമിൽ നമുക്ക് ഇങ്ങനെയുള്ളത് ഭയങ്കര കോമൺ ആയിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ച് സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കുക, നമ്മൾ സാനിറ്ററി പാഡിൽ നമ്മൾ ബ്ലീഡ് ചെയ്ത് ഓരോ ഡ്രോപ്പ് ബ്ലഡ് വീഴുന്തോറും അത് ഈ പാഡെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യും. അതങ്ങ് സ്പ്രെഡായിട്ടായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ ഈ ഉജാലയൊക്കെ വെച്ചിട്ടുള്ള പരസ്യങ്ങൾ കാണാറില്ലേ? അപ്പം ഇത് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ആ ഹോൾ പാഡിൽ അതിങ്ങനെ ഭയങ്കരമായിട്ട് സ്പ്രെഡായിരിക്കും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഓരോ തവണ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ആ പ്രൈവറ്റ് ഏരിയയിൽ അതെങ്ങനെ ടച്ചായിട്ട് ക്ലോസ് ആയിട്ടൊരു 3 to 4 hours അല്ലെങ്കിൽ ഒരു 6 to 8 hours ഒക്കെ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വെറ്റും ഈ ഒരു ബ്ലഡും ഇതെല്ലാം കൂടി കയറിയിട്ട് നമ്മുടെ ആ ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ട് റാഷസ് ഫോം ആവുകയും നമുക്ക് അതികഠിനമായിട്ട് ചൊറിയുകയും ചെയ്യും. നമുക്ക് ചൊറിച്ചിൽ വരുമ്പോൾ അസ്ഥാനത്താണെങ്കിലും നമ്മൾ സിറ്റുവേഷൻ നോക്കാതെ ചൊറിഞ്ഞു പോകും. പിന്നെ അവിടെ നമ്മൾ ചൊറിയുന്നത് കൊണ്ട് തന്നെ പിന്നെ റാഷസ് ഫോം ആകും, ഇൻഫെക്ഷൻസ് ആകും. പിന്നെ അതിൽ നിന്ന് ഭയങ്കരമായ ബാഡ് സ്മെല്ല്, ഒത്തിരി സ്വെറ്റ് സ്മെല്ല്. അല്ലെങ്കിൽ തന്നെ നമ്മൾ പീരീഡായ പാഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു മണമാണ്. നമ്മൾ യൂസ് ചെയ്യുന്നവർക്ക് പോലും അത് പിടിക്കാറില്ല. അപ്പോൾ നമ്മളിൽ ഭയങ്കരമായിട്ട് നമ്മുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും കേട്ടോ. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ നമ്മൾ മാനസികമായിട്ട് തളർന്നിരിക്കുന്നൊരു സമയമാണ് നമ്മുടെ പീരീഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം ചിലർ പുച്ഛിക്കും, മൂഡ് സ്വിങ്സോ, ഇതൊക്കെ എന്താ ഇത്ര വലിയ കോമൺ ആയിട്ടുള്ളൊരു കാര്യത്തിന്. ശരിയാ, പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യം, ഒരു പെണ്ണ് പീരീഡ് ആവുമ്പോൾ എപ്പോഴും തിരിഞ്ഞു നോക്കി നടക്കേണ്ടി വരുന്നൊരവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് നമ്മൾ കുറച്ച് ഡൗൺ ആണ്. പിന്നെ ഓരോ തവണ ഇങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓവറായിട്ട് കോൺഷ്യസ് ആവുന്നു, നമുക്ക് ശാരീരികമായിട്ട് ഒരുപാട് തളർച്ച ഉണ്ടാവുന്നു, നമ്മൾ ഒത്തിരി ഡൗൺ ആയി പോവുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര സർവ്വസാധാരണമാണ്. അതിൽ നിന്നാണ് നമുക്ക് ഈ മൂഡ് ഡിസോർഡറും ദേഷ്യവും ശരീരത്തിനുണ്ടാകുന്ന വയറുവേദനയും നടുവേദനയും വർക്ക് ചെയ്യുന്നു, പഠിക്കുന്നു, ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ ഭയങ്കര തളർച്ചയാണ്. സത്യത്തിൽ ഈ കാര്യമൊക്കെ ഒരു പെണ്ണായിട്ട് ഇതൊക്കെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ അമ്മമാരെയൊക്കെ ഉണ്ടല്ലോ പൂവിട്ട് തൊഴണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. കാരണം ശമ്പളം ഇല്ലാതെ 365 ദിവസവും ലീവ് എടുക്കാതെ ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ അമ്മമാരെന്ന് പറയുന്നത്. വീട്ടിൽ അടുക്കളയിൽ അവർക്ക് ഓഫില്ലല്ലോ, അവർക്ക് വീക്കെൻഡ്സ് ഇല്ല, ഓഫില്ല, ഒന്നുമില്ല, സാലറി ഇല്ല. അവർക്ക് പീരീഡ്സ് ഇപ്പോൾ ബാധകമല്ല. അതൊക്കെ കവർ ചെയ്ത് അതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് കുടുംബത്തിന് വേണ്ടി ഉള്ളവരല്ലേ. അപ്പോൾ അതൊരു റീസണാണ്. ഇതല്ലാതെ മറ്റൊരു റീസണാണ്, നമുക്ക് നമ്മുടെ ശരീരം ഓവറായിട്ട് ചൂടാകുമ്പോൾ ശരീരത്തിൽ നിന്ന് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവുക എന്നുള്ളത്. അത് ഭയങ്കര ഒരു കോമൺ തിങ്ങാണ്.
പക്ഷേ ചില സമയത്ത് ഇത് ഭയങ്കര എക്സസ് വൈറ്റ് ഡിസ്ചാർജ് നമുക്ക് വരും. ചില പെൺകുട്ടികൾക്ക് നമ്മുടെ മെനിസ്ട്രേഷന് മുമ്പും ചിലപ്പോൾ മെനിസ്ട്രേഷന് ശേഷവും ഇത് ഭയങ്കരമായിട്ട് കൂടാറുണ്ട്. എന്ന് വെച്ചാൽ ബ്ലഡ് അല്ലാന്നേ ഉള്ളൂ, ഇത് ഫുൾ ടൈം നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ലിക്വിഡ് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പാൻറ്റീസും നമ്മളെ ഭയങ്കര ഡിസ്കംഫർട്ട് ആകും, നനയുന്നു, അതിൽ നിന്നൊരു വല്ലാത്തൊരു ദുർഗന്ധം ഉണ്ടാകുന്നു, നമുക്ക് തന്നെ ഇറിറ്റേഷൻ ഉണ്ടാകുന്നു, നിൽക്കാനും നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എന്താ ഇപ്പോൾ പറയണതൊക്കെ അനുഭവിക്കുന്നവർക്കറിയാം. അങ്ങനെ മൊത്തത്തിൽ നമ്മളെ അങ്ങ് വലയ്ക്കുന്നൊരു സാധനമാണ് ഈ വൈറ്റ് ഡിസ്ചാർജ്. ഈ 2 കാര്യങ്ങളാണ് മെയിൻലി നമ്മൾക്ക് ഈ റാഷസും ഇച്ചിങ്ങും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് പാൻറ്റി ലൈനർ. പാൻറ്റി ലൈനർ കുറേ ഒരു പരിധിവരെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായാലും നമ്മുടെ പാൻറ്റീസിലേക്ക് അത് ഇറങ്ങുകയോ നമ്മൾ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുകയോ ചെയ്യുന്നില്ല. നമ്മൾ പാഡ് വെക്കില്ലേ ഈ പീരിയഡ് ടൈം ആകുമ്പോൾ, അതുപോലെയാണ് ഈ പാൻറ്റി ലൈനർ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് പേര് അത് യൂസ് ചെയ്യാറുണ്ട്. അത് യൂസ് ചെയ്യുമ്പോൾ വൈറ്റ് ഡിസ്ചാർജ് ആയാലും നമ്മൾ ഇടുന്ന അണ്ടർ ഗാർമെൻറ്റ്സിലേക്ക് അത് ഇറങ്ങാത്തതുകൊണ്ട് തന്നെ നമ്മൾ വലുതായിട്ട് അതിലേക്ക് കോൺഷ്യസ് ആവുന്നില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നൊരു അബദ്ധമാണ് സോപ്പോ നമ്മുടെ ഷവർ ജെൽ എന്തും ആയിക്കൊള്ളട്ടെ, നമ്മൾ ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്ന പോലെ വലിച്ചു വാരി നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയാസിലും ഡെയിലി സോപ്പിട്ട് പതപ്പിച്ച് കഴുകിയാലേ ഒരു തൃപ്തിയാവുള്ളൂ. നമ്മളിങ്ങനെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഏരിയാസിന് നല്ലതല്ല. അപ്പോൾ ചോദിക്കുക സോപ്പ് ഇടണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഡെയിലി 1 വീതം 3 നേരം ഈ സോപ്പിട്ട് നമ്മുടെ ആ ഏരിയ കഴുകുന്നത് ഭയങ്കരമായിട്ട് ബാഡ് ഓർഡർ ഉണ്ടാക്കാനും ഇച്ച് ചെയ്യാനും ഈ ഡാർക്ക് ആവാനും ഒക്കെ കാരണമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇളം ചൂടുള്ള വെള്ളത്തിൽ നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയാസ് കഴുകാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ നമുക്ക് സോപ്പ് ഇടണം എന്നുണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിലെടുക്കുക, നന്നായിട്ട് പതപ്പിച്ച്, അതായത് ഒരുപാട് സോപ്പ് ആ ഒരു ഹാർഡ്നെസ് വരാതെ വളരെ മൈൽഡ് ആക്കിയതിന് ശേഷം മാത്രം നമ്മുടെ ഉള്ളിലേക്കൊന്നും അത് ഇറക്കി ക്ലീൻ ചെയ്യുന്നതിന് വരെ നമ്മുടെ ആ ഒരു ഔട്ടർ ആ ഒരു ഏരിയ മാത്രം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പം തന്നെ അത് വാഷ് ഔട്ട് ചെയ്ത് കളയുക. പ്ലസ് നല്ല ഒരു ഡ്രൈ തുണിയിൽ നന്നായിട്ട് തുടച്ച് മാറ്റുക. അതായത് നമ്മുടെ ആ ഒരു ഏരിയാസ് എപ്പോഴും ഡ്രൈ ആക്കി വെക്കുക. ഒരിക്കലും ഈർപ്പത്തോടെ ഇരുന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഇന്നേഴ്സ് എടുത്ത് അതിൻ്റെ പുറത്ത് നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ഈ ഇരിക്കുന്ന വെറ്റ്നസ്സും നമ്മുടെ വിയർപ്പും എല്ലാം കൂടി കൂടിയിട്ട് അവിടെ പിന്നെയും റാഷസ് ഫോം ആകും. അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ഏരിയാസിൽ എപ്പോഴും സോപ്പിട്ട് കഴുകാതിരിക്കുക. അതിന് ശാസ്ത്രീയമായിട്ട് കുറേ റീസൺസ് അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് നല്ലത് ചെയ്യുന്നതും മോശം ചെയ്യുന്നതായിട്ട് 2 തരത്തിലുള്ള ഈ ബാക്ടീരിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ pH ഇല്ലേ, നമ്മുടെ pHനെ ആ ഒരു pH ലെവലിനെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുകയും നമ്മുടെ pH ലെവലിൻ്റെ ആ ഒരു ബാലൻസ് പോവുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആയിട്ടുള്ള എന്താ പറയുക അലർജീസും കാര്യങ്ങളും ഉണ്ടാക്കുന്ന ബാക്ടീരിയസ് അവിടെ ഫോം ആവുകയും അതിൽ നിന്ന് നമുക്കിതൊക്കെ വരികയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൃത്തി കൂടി പ്രാന്താവുന്നതിന് പകരം എല്ലാവരും അണ്ടർ കൺട്രോളിൽ നിർത്തുന്നതാണ് നല്ലത്. ഇവൻ നമ്മുടെ അണ്ടർ ആംസ്, നമ്മുടെ ആംപിറ്റ് ഏരിയയിലാണെങ്കിൽ പോലും നമ്മൾ ഡെയിലി കുളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു അരമണിക്കൂർ സോപ്പ് തേച്ച് നമ്മളിങ്ങനെ നിർത്തി എന്നിട്ട് പിന്നെ കുളിക്കുക എന്നുള്ളത് അതൊരു നല്ല ഹൈജീൻ സിസ്റ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഡെയിലി കുളിക്കുന്നത് നല്ല കാര്യമാണ്, പക്ഷേ നമ്മളൊരു വീക്കിലി 2 to 3 ഡേയ്സ് നന്നായിട്ട് സോപ്പിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ കുളിക്കുക. അതല്ലാതെ നമുക്ക് അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ സോപ്പിട്ട് കുളിക്കുക ഡെയിലി. അതല്ലാതെ ഫുൾ ബോഡി സോപ്പിട്ട് പതപ്പിച്ച് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെയും ബോഡിയുടെയൊക്കെ pH ലെവലിനെ ബാധിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരുപാട് ഹാർഡായിട്ടുള്ള കെമിക്കൽസ് നിറഞ്ഞ സോപ്പും ഷവർ ജെല്ലൊക്കെ നമ്മുടെ ശരീരത്തിൽ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ pH ലെവലിനെ ബാധിക്കുകയും നമ്മുടെ സ്കിന്നിൻ്റെ pHനെ ബാധിക്കുകയും അതൊക്കെ നമുക്ക് ഓരോ നെഗറ്റീവ്സ് ആയിട്ട് വരികയും ചെയ്യും. പിന്നെ നമ്മൾ ഈ റേസസൊക്കെ ഉപയോഗിച്ച് നമ്മുടെ അണ്ടർആംസൊക്കെ ഷേവ് ചെയ്യുന്നു, നമ്മൾ റോളോണൊക്കെ യൂസ് ചെയ്യില്ലേ, അറ്റ്ലീസ്റ്റ് നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് റോളോൺ യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. ബിക്കോസ് നമ്മുടെ സ്കിന്നും ബ്രീത്ത് ചെയ്യുന്നുണ്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്രീത്ത് ചെയ്യുന്ന സ്കിന്നിൻ്റെ അകത്തോട്ട് ഈ റോളോണൊക്കെ തേക്കുന്ന സമയത്ത് ആ സ്കിന്നിന് നമ്മളിപ്പോൾ ശ്വസിക്കേണ്ടത് നമ്മുടെ മൂക്കുണ്ടാകും. നമ്മൾ മൂക്ക് ഇങ്ങനെ പൊത്തിപ്പിടിച്ചാൽ നമുക്ക് എന്തായിരിക്കും അവസ്ഥ, നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ സ്കിന്ന് ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ റോളോൺ ഇട്ട് അവിടെ അങ്ങ് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ സെൽസ് മൊത്തം നമ്മൾ കവർ ചെയ്യുകയാണ്, അപ്പോൾ സ്കിന്ന് ബ്രീത്ത് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ
ഈ ബ്രീത്തിങ് സംഭവങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ സ്വെറ്റ് ചെയ്ത് മാറുന്നത്. അപ്പോൾ ആ സ്വെറ്റ് ചെയ്ത് അവിടെ കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ്. പക്ഷെ അത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും കെമിക്കലാണ്. അത് നമുക്ക് ഒരുപാട് ഡാർക്ക്നെസ്സും അതുപോലെ തന്നെ പിന്നെ അതില്ലാണ്ട് നമ്മുടെ ഓർഡർ കൺട്രോൾ ആവാണ്ടൊക്കെ ഇരിക്കും. അത് എക്സസ് ആകും. ഈ ബാഡ് സ്മെല്ലെന്നുള്ളത്, ഫൗൾ സ്മെല്ലെന്നുള്ളത് എക്സസ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് വെയിലൊക്കെ കൊണ്ട് നമ്മൾ ഒത്തിരി സ്വെറ്റ് ആകുമെന്ന് തോന്നുന്ന സമയങ്ങളിൽ മാത്രം ഇത് യൂസ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ സോപ്പുകളാണെങ്കിലും മൈൽഡായിട്ടുള്ള ഒരുപാട് കെമിക്കൽ കണ്ടൻസ് ഇല്ലാത്ത സോപ്പുകൾ ഉപയോഗിക്കാൻ നോക്കുക. അതൊക്കെ നമ്മളെ കുറച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ നമ്മുടെ ജെനൈറ്റൽ ഏരിയാസ് കുറച്ച് ഡാർക്കാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. ക്ലീൻ ചെയ്യുന്നവർ, ഇറേസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർ പ്രോപ്പറായിട്ട് ഹൈജീനിക് ആണോ എന്നത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക. ഈവൻ പീരിയഡ്സ് ടൈമിൽ മെനിസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവർ നമ്മുടെ മെനിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം അത് പ്രോപ്പറായിട്ട് സാനിറ്റൈസ് ചെയ്യുക. ഈ സാനിറ്റൈസ് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ ഇത് കുറച്ച് നേരം ഇട്ട് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. നമ്മൾ എന്തെങ്കിലും സോപ്പോ എന്തെങ്കിലും ഇട്ട് അത് ക്ലീൻ ചെയ്തിട്ട് പിന്നെയും കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് അതിനുശേഷം അതെടുത്ത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി നമ്മളിത് കീപ്പ് ചെയ്യുന്ന അതിനകത്തിട്ട് വെക്കുക. നെക്സ്റ്റ് മെനിസ്ട്രേഷൻ ആകുമ്പോൾ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നമ്മളൊന്നും കൂടെ എടുത്ത് ക്ലീൻ ചെയ്യുക, ചൂടുവെള്ളത്തിൽ വെക്കുക. എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യാമെങ്കിൽ ഒരു 5-6 വർഷം സുഖമായിട്ട് പോകും. ഒരു 10 ഇയർ എൻ്റെ ലൈഫ് പറയണേ. ഒരു 5-6 വർഷം എന്നാലും സുഖമായിട്ട് പോകും. അപ്പോൾ അത്രയും നാൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് പാഡിനെ അപേക്ഷിച്ച് നമ്മുടെ ഈ ഇറിറ്റേഷനും റാഷസ് ഒന്നും നമുക്ക് ഉണ്ടാക്കാതെ ഹെൽപ്പ് ചെയ്യുന്നൊരു നല്ല പ്രൊഡക്റ്റാണ് മെൻസ്ട്രൽ കപ്പ്. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് മാത്രം യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്കിതൊക്കെ ഉണ്ടാകും. കാരണം ഇത് നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ എക്സ്ട്രാ കെയർ കൊടുത്ത് ക്ലീൻ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. പിന്നെ നമ്മുടെ ആ ഏരിയാസ് എപ്പോഴും നല്ല ഡ്രൈ ആക്കി വെക്കുക. ഒരിക്കലും ഒരു ഈർപ്പം വെക്കാണ്ടിരിക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പാൻറ്റീസ് നമ്മൾ ചേഞ്ച് ചെയ്യുക. ഡെയിലി നമ്മൾ മാറ്റുക. അതിപ്പോൾ ആണായാലും പെണ്ണായാലും നമ്മളത് ചേഞ്ച് ചെയ്യുക. വൃത്തിയുള്ളത് എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ ഏറ്റവും നല്ല കാര്യം വെള്ളം കുടിക്കുക. നമ്മൾ ഒരുപാട് ഒരുപാട് ചോക്ലേറ്റ്സ്, ഷുഗർ, ലഡു, ജിലേബി ഇങ്ങനെയുള്ള സ്വീറ്റ്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് കൂടുകയും നമ്മുടെ ശരീരത്തിൽ ഈ അസ്ഥി ഉരുക്കം എന്ന് പറഞ്ഞ സംഭവം നടക്കുകയും നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഷുഗറിൻ്റെ കണ്ടൻറ്റ് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം എന്ന് പറയുമ്പം 7up ഇങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കുടിക്കുന്നതിന് പകരം നല്ല തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. നല്ല ദാഹശമനിയൊക്കെ ഇട്ട് ഒരു ആമച്ചൊക്കെ ഇട്ട് നല്ല വെള്ളം കുടിക്കാം. അതല്ലെങ്കിൽ നല്ല ഇളനീര്, നല്ല കരിക്ക് കുടിക്കുന്നത് ഇതിൽ നിന്നൊക്കെ നമ്മുടെ ശരീരം തണുക്കും. നമ്മുടെ ശരീരം തണുക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. ചൂടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. ചിക്കനൊക്കെ ചൂടുണ്ടാക്കുന്ന സംഭവം കുറയ്ക്കണം എന്ന് പറയും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും വേണ്ടെന്നല്ല, ഇതൊക്കെ ആകാം. പക്ഷെ ഒന്നും അമിതമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് നല്ലതല്ലാത്ത ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം കുറച്ച് ഒന്ന് കൺട്രോൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറേയൊക്കെ മാറും. പക്ഷെ ഇന്നലെ ഞാൻ ഭയങ്കരമായ കുറേ ചേഞ്ചസ് കൊണ്ടുവന്നു. അതുകൊണ്ട് ഇന്ന് എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ വെള്ളമൊക്കെ കണ്ടിന്യൂസ് നല്ലതായിട്ട് കുടിച്ച് ആ ഒരു ട്രാക്കിലേക്ക് ഇതൊക്കെ നമ്മുടെ ഒരു ഹാബിറ്റായിട്ട്, ഒരു ജീവിതചര്യയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സുകൾ ക്ലിയർ ചെയ്തൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ ഈ വൈറ്റ് ഡിസ്ചാർജൊക്കെ ഭയങ്കരമായിട്ട് കുറയും. പിന്നെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ജെനൈറ്റൽ ഏരിയാസിൽ സോപ്പ് ഒരുപാട് ഉള്ളിലേക്കിട്ട് ഒത്തിരി പതയൊക്കെ വെച്ച് അങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ദോഷിയാണത്. അത് മനസ്സിലാക്കി വൃത്തിയാണ്, സോപ്പിട്ടാൽ മാത്രമേ വൃത്തിയാവുന്നുള്ള ഒരു തെറ്റായ ധാരണ മൈൻഡ് ചെയ്തെടുത്ത് കളഞ്ഞിട്ട് അതല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം കൊണ്ട് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക. നന്നായിട്ട് തുടയ്ക്കുക, ഡ്രൈ ആക്കി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. റെഗുലറായിട്ട് നമ്മുടെ ഇന്നർവേഴ്സ് മാറ്റാൻ ശ്രമിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഭക്ഷണക്രമങ്ങളിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തുക. നമ്മുടെ ശരീരത്തിന് തണുപ്പ് നൽകുന്ന, ശരീരത്തിന് നല്ലതായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഡ്രിങ്ക്സും ഒക്കെ ശരീരത്തിൽ ഉൾപ്പെടുത്തുക. ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ഇതൊക്കെ കുറേയൊക്കെ കുറയും. പിന്നെ ഡാർക്ക്നെസ്, അണ്ടർആംസിൻ്റെയൊക്കെ ഡാർക്ക്നെസ് ഇവിടത്തേക്ക് ആണെങ്കിൽ നമ്മൾ പണ്ടത്തെ ആൾക്കാരില്ലേ പയറുപൊടിയൊക്കെ ഇട്ട് കുളിക്കാൻ പറയും. ഇപ്പം എന്നാൽ അവർ ചെയ്യാറില്ല. പക്ഷെ നമ്മുടെ അണ്ടർആംസിലൊക്കെ ഡാർക്ക്നെസ് മാറാൻ വേണ്ടി നമ്മൾ ഡെയിലി പയറുപൊടിയൊക്കെ ഇട്ട് കുളിക്കണത് നല്ല കേട്ടോ. ഡെയിലി പറ്റിയില്ലെങ്കിൽ വീക്കിൽ 2 ദിവസമൊക്കെ നമ്മൾ നല്ലൊരു ഹെഡ് മസാജ് ഒക്കെ കൊടുത്ത് കുളിക്കുന്ന ഒരു ലോങ് ഡേ ഇല്ലേ, അങ്ങനെ ഒരു ലോങ് ബാത്ത് കൊടുക്കുന്ന ഒരു ഡേ ഇല്ലേ, ആ ഒരു ഡേയിൽ കുറച്ച് പയറുപൊടിയൊക്കെ തേച്ച് കുളിക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഗ്രാജുവലി ഈ അണ്ടർആംസിൽ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള ഈ ഡാർക്ക്നെസ് ഒക്കെ മാറി ഒന്ന് ഈവൻ ടോണിൽ വരാനൊക്കെ നല്ലതാണ്.
അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ബാബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.